our name is here. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ലീഗ് എന്ന് പറഞ്ഞ തമ്പ് കണ്ടല്ലേ നിങ്ങൾ വന്നത്? യെസ്. അപ്പോൾ നമുക്ക് നോക്കിക്കോളാം. പ്രഡിക്ഷൻ നമ്പർ 1 ക്ലാസ് 7 ഓണം എക്സാമിന് ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ അല്ലെ, ടുവാർഡ്സ് എ 100-fold ഈഡ് അല്ലെങ്കിൽ വിളയിക്കാം 100 മേനി എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിലെ പ്രഡിക്ഷൻ നമ്പർ 1 ഷുവർ ആയിട്ട് കാണാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻസ് വൈസ് നോക്കാം നമുക്ക്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? നമുക്കറിയാം കോട്ടയം അല്ലെ. കോട്ടിൽ റബ്ബർ കെട്ടി എന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിക്കോളാം. നെക്സ്റ്റ് നോക്കിക്കോ, അഗ്രികൾച്ചർ റിസർച്ച് സെന്റേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാർഷിക സംരംഭങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. സിംപിളി പഠിക്കാം. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അല്ലെ, അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷി കേരള സർവകലാശാല അല്ലെ, കാർഷിക സർവകലാശാല. അഗ്രികൾച്ചർ അല്ലെ കൃഷി എവിടെയാ ചെയ്യുക? യെസ്, നമ്മൾ മണ്ണിലാണ് ചെയ്യുക. അപ്പൊ നമുക്ക് മണ്ണുത്തി അല്ലെങ്കിൽ എന്താ മണ്ണുത്തി തൃശ്ശൂർ എന്ന് കണക്ട് ചെയ്യാം. രണ്ടാമത്തെ ആണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം അല്ലെ. കിഴങ്ങുകളൊക്കെ എവിടെ ഉണ്ടാവും? അതെ, വലിയ കാര്യമാണ് കിഴങ്ങുകളെ. അപ്പൊ എവിടെയാണ്? യെസ്, ശ്രീകാര്യമാണ് അല്ലെങ്കിൽ തിരുവനന്തപുരമാണ്. ശ്രീകാര്യത്തിലെ തിരുവനന്തപുരമാണ്. സെൻട്രൽ പ്ലാന്റേഷൻ അല്ല സോറിടാ നമ്മൾ റബ്ബർ സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെ. എവിടെയാണ് ട്യൂബേഴ്സ് ഉണ്ടാവുക? ശ്രീകാര്യത്താണ്. ഇനി മൂന്നാമതാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർതോട്ട. മക്കളെ എക്സാം കാസർതോട്ട ഓർമ്മിച്ചോട്ടോ. കാസർതോട്ട വിള എന്താണ്? യെസ്, നമ്മളെ സെന്റർ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കാസർഗോഡ്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ആണ് നമ്മളെ എന്താ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മളെ കോട്ടയം അല്ലെ. എന്താണ്? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ നോക്കിയാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കോട്ടയം. ഇത് 4 പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെറ്റ് ആണ്. അപ്പൊ നിങ്ങളോട് ഒരു കാര്യം മിസ്സിന് പറയാനുണ്ട്. ആരെങ്കിലും നമ്മളെ ബാച്ചിന്റെ ആ ഒരു ഫോം ഫില്ല് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ ഫില്ല് ചെയ്തോളാം. ഓഗസ്റ്റ് 26 വരെ മാത്രമേ നിങ്ങൾക്ക് ടൈം ഉള്ളൂ. ഇതിൽ നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ പൈസ അടച്ചിട്ടല്ല എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ഫോം ഫില്ല് ചെയ്യേണ്ടത്. നിങ്ങൾ ജസ്റ്റ് ഫോം ഫില്ല് ചെയ്താൽ മാത്രം മതി, പൈസ അടയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് പ്രഡിക്ഷൻ നമ്പർ 2 ഈ ഒരു ചാപ്റ്ററിലെ പവിത്ര, അന്നപൂർണ എന്നീ എന്താ സങ്കരയിനം വിത്തുകൾ നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ ഹൈബ്രിഡ് സീഡ്സ് നിങ്ങൾക്കറിയാം. അത് ഏത് വിളയുടെ ആണ്, ഏത് ക്രോപ്സിന്റെ ആണ്? ഈസി ആയിട്ട് ഓർത്തു വെക്കാൻ ഒരു കോഡ് പറഞ്ഞുതരാം. പവിത്രന്റെ അന്നം നെല്ലാണ്. പവിത്ര അന്നം അല്ലെ, പവിത്രന്റെ അന്നം എന്താ? പേടി അല്ലെങ്കിൽ നെല്ലാണ്. നിങ്ങൾക്കറിയാം. യെസ്, ആൻസർ ഏതാണ്? നെല്ല് അല്ലെങ്കിൽ റൈസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ കുറെ ആൾക്കാരെ പഠിക്കാണ്ട്. സിമ്പിൾ ആയിട്ട് പഠിക്കാം. ചില്ലി, ഉജ്ജ്വല, ജ്വാലാമുഖി. മുളക്, ഉജ്ജ്വല അല്ലെങ്കിൽ ജ്വാലാമുഖി. മുളക് കടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉജ്ജ്വലിക്കും അല്ലെ, നമ്മളിങ്ങനെ ജ്വലിക്കുന്നുണ്ടാവും, കത്ത് നിൽക്കുന്നുണ്ടാവും. ഇനിയോ പി അല്ലെ അല്ലെങ്കിൽ എന്താ പയറ്, എന്താ ജ്യോതിക ഭാഗ്യലക്ഷ്മി. ജ്യോതിക ഭാഗ്യലക്ഷ്മി. പയറ് പോലത്തെ ജ്യോതികക്ക് നല്ല ഭാഗ്യമാണ്. പയറ് പോലത്തെ ജ്യോതികക്ക് നല്ല ഭാഗ്യമാണ്. ഇനിയാണ് പേടി, പവിത്ര, അന്നപൂർണ. നെല്ല്, പവിത്ര, അന്നപൂർണ. എന്താ? പവിത്രന്റെ അന്നം നെല്ലാണ്. പവിത്രന്റെ അന്നം നെല്ലാണ്. ഇനി കോക്കോനട്ട് അല്ലെ, എന്താണ്? തെങ്ങ്. എന്താ? തെങ്ങിൽ ആര് കയറും? ചന്ദ്രേട്ടനാ കയറി അല്ലെ. ചന്ദ്രശങ്കര എന്ത്? ചന്ദ്രലക്ഷ. ചന്ദ്രശങ്കര എന്റെ ചന്ദ്രലക്ഷ. ഇനി മുളക് എന്താ? സൽകീർത്തി അല്ലെങ്കിൽ കിരൺ അല്ലെ. മുളക് സൽകീർത്തി അല്ലെങ്കിൽ കിരൺ. അവിടെ മുളക് അല്ല കേട്ടോ, അവിടെ ഒരു മാറ്റം ഉണ്ട്. എന്താ മക്കളെന്നറിയോ? ഇവിടെ ലേഡീസ് ഫിംഗർ അതായത് വെണ്ടയാണ് കേട്ടോ, വെണ്ടയാണ്. അപ്പൊ ഏറ്റവും ലാസ്റ്റ് വൺ ആണ് ലേഡീസ് ഫിംഗർ സൽകീർത്തി അല്ലെങ്കിൽ കിരൺ അല്ലെ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചോ, ലേഡീസ് ഫിംഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെണ്ടയാണ് കേട്ടോ, വെണ്ടയാണ്. വെണ്ട എന്താണ്? സൽകീർത്തി കിരൺ കേട്ടോ. വെണ്ട എന്താ? കിരൺ, സൽകീർത്തി, വെണ്ട അല്ലെങ്കിൽ ലേഡീസ് ഫിംഗർ. ഓക്കെ, അപ്പൊ നമ്മളെ പ്രഡിക്ഷൻ നമ്പർ 3 ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. മുയൽ വളർത്തൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു? നമുക്കറിയാം റാബിറ്റ് ക്യൂട്ട് ആണ് അല്ലെങ്കിൽ മുയൽ ക്യൂട്ട് ആണ്. ക്യൂണി കൾച്ചർ. ഇങ്ങനെ കുറെ കൾച്ചേഴ്സ് നമുക്ക് ഓർത്ത് വെക്കാറുണ്ട്. ഇതാ പിടിച്ചോ, നമ്മൾ എന്താ ഫസ്റ്റ് ഫ്ലോറി കൾച്ചർ എന്താണ്? നമ്മൾ ഫ്ലവർ ഫ്ലോറി ആയിട്ട് കണക്ട് ചെയ്യുക. ഫ്ലവർ അല്ലെ അല്ലെങ്കിൽ പുഷ്പം. ഇനി സെറി കൾച്ചർ എന്താ? നമ്മളെ എന്തിനെ കൾച്ചർ ചെയ്യുന്ന? സെറി കൾച്ചർ അതെ തേനീച്ചയാണ് അല്ലെ. അപ്പൊ എന്താ?
സോറി, തേനീച്ചയല്ല. സെറികൾച്ചർ എന്താ? പട്ടുനൂൽ പുഴുവാണ്. സാരി, പട്ട്, പട്ട് സാരി. സിൽക്ക് വേം എന്താ? സാരി അല്ലെ, സിൽക്ക് സാരി എന്ന് ഓർമ്മിക്കാം. മൂന്നാമത്തെയാണ് എപ്പികൾച്ചർ. എപ്പികൾച്ചർ ആണ് തേനീച്ച. തേനീച്ച കുത്തിയാൽ അപ്പോ എന്ന് പറയൂലേ, എപ്പികൾച്ചർ തേനീച്ച. ഇനി ക്യൂണികൾച്ചർ എന്താ? മുയലാണ്, ക്യൂട്ടാണ് ക്യൂണികൾച്ചർ. ഇനി മഷ്റൂം കൾച്ചർ എന്താ? മഷ്റൂം അല്ലെ, മഷ്റൂം കൾച്ചർ തന്നെയാണ്. ഇനിയോ പിസികൾച്ചർ എന്താ? പിസികൾച്ചർ ഫിഷിനെ അല്ലെങ്കിൽ മത്സ്യത്തിന്റെ ഫിഷ് നമ്മൾ ഫിഷ് ആക്കുക, ഫിഷ് പിസികൾച്ചർ. ഇനി ലാസ്റ്റ് വണ്ണാണ് പൗൾട്രി ഫാമിംഗ്. എന്താ മക്കളെ പൗൾട്രി ഫാമിംഗ് എന്ന് പറഞ്ഞാൽ? അതെ, കോഴി അല്ലെങ്കിൽ എന്താ, കോഴികളെ വളർത്തുക അല്ലെ, പൗൾട്രി ഫാമിംഗ്. അപ്പൊ ഇതിൽ ഒരാൾ ബാക്കിയുണ്ട്. ആരാണ്? കാറ്റിൽ റിയറിംഗ് അല്ലെ, കാറ്റിൽ റിയറിംഗ് അല്ലെ, അല്ലെങ്കിൽ എന്താ കാറ്റിൽ റിയറിംഗ്. ഇത് എന്ത് പേരിൽ അറിയപ്പെടുന്നു? കന്നുകാലി വളർത്തൽ എന്തു പേരിൽ അറിയപ്പെടുന്നു എന്ന് നിങ്ങൾ പഠിക്കുക. എന്ത് പേരിലാണ്? മിസ് പറഞ്ഞുതരാം. എന്താണ്? യെസ്, അതെന്താ? ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുന്ന മെയിൻ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അത്രയ്ക്ക് ഉപയോഗമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അവന്യ മിസ്സിന് കമന്റ് ചെയ്യുക. മിസ്സിന്റെ സ്മൈലി തന്നോളൂ. മിസ്സിന്റെ സ്മൈലി ചെയ്താൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് തന്നോളൂ. യെസ്, അപ്പോൾ ബൈ, സീ യു.